ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർപ്പൂവിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മുന്നിലും അവതരിപ്പിക്കുകയാണ്. സുധി ചെയ്തിട്ടുള്ള തെറ്റുകളൊക്കെ തന്നെ, അതായത് അവന്റെ കടയിലെ സാധനങ്ങൾ അവൻ ബില്ലില്ലാതെ വിറ്റതും, അതുപോലെ തന്നെ അവർ ക്യാഷ് കൊടുത്തു പോയി, സാധനങ്ങളും കൊണ്ടുപോയി, പിന്നീട് പുറകെയായിട്ട് വിജിലൻസിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ആൾക്കാർ വന്ന് അവരുടെ ആൾക്കാർ തന്നെ വന്ന് ആ പൈസ കൊണ്ടുപോയതും, അങ്ങനെ അവൻ ഒരുപാട് അബദ്ധങ്ങൾ പറ്റി എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ സച്ചി എല്ലാവർക്കും മുന്നിൽ തെളിയിക്കുകയാണ്. അതുപോലെ തന്നെ 5 ലക്ഷം രൂപ പിന്നീട് അവൻ സംഘടിപ്പിച്ചു. അത് എവിടുന്നാ സംഘടിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ ചോദ്യം ചെയ്യലിൽ ചന്ദ്ര ഇടപെട്ടിട്ട് അത് തൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് എന്ന് കളവ് പറയുന്നുണ്ട്. പലിശയ്ക്ക് വാങ്ങിയതാണ് എന്ന് കളവ് പറയുകയാണ്. എന്തായാലും അതിൽ സച്ചിക്ക് നല്ല സംശയമുണ്ട്. അതേ സമയത്ത് റൂമിലെത്തിയിട്ട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് ശ്രുതിയോടായിട്ട്. നിനക്ക് എന്നോടെങ്കിലും ഒരു സത്യം പറയാനില്ല, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ ചോദിച്ച് വളരെ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ശ്രുതിയോട് ഇങ്ങനെ രേവതിയുടെ സ്വർണം വെച്ചിട്ടാണ് താൻ ഈ 5 ലക്ഷം രൂപ എടുത്തതെന്നും, അതുപോലെ തന്നെ അമ്മയ്ക്ക് ഇത് നേരത്തെ അറിയാവുന്നു എന്നുള്ള കാര്യമൊക്കെ പറയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ വർഷയും പിന്നെ ശ്രീകാന്തും കൂടി റൂമിൽ ചെന്നിട്ട് ഇവരുടെ ഈ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഏട്ടൻ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തായാലും രേവതി ഏട്ടത്തിയുടെ സ്വർണമാണോ അവരെടുത്തിട്ടുള്ളത്, അതുകൊണ്ടായിരിക്കും 5 ലക്ഷം ഒപ്പിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, നമ്മൾ ഇതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട, കാരണം നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആരുടെ ഭാഗത്തും നമുക്ക് നിൽക്കാൻ പറ്റില്ല, പിന്നെ അത് ആകെ പ്രശ്നമാവും, എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം, സത്യം എന്തായാലും ഒരു ദിവസം തെളിയാതിരിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മുടെ സച്ചി ആണെങ്കിലും വളരെ വിഷമത്തിലാണ്. അടുക്കളയിലൊക്കെ ഇങ്ങനെ ചെന്നിരുന്നിട്ട് വളരെ ഇങ്ങനെ ആലോചനയിലാണ്. അപ്പം രേവതി പറയുന്നുണ്ട്, നിങ്ങളുടെ ഏട്ടൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലല്ലേ, നമ്മൾ തെറ്റിദ്ധരിച്ചതാലേ എന്നിങ്ങനെ പറയുമ്പോൾ, പിന്നെ നിനക്ക് എന്താ അവൻ്റെ ഭാഗത്ത് ശരിക്കും തെറ്റുണ്ട്, ഇതൊക്കെ അമ്മ ഇടയിൽ നിന്ന് കളിച്ച് നിനക്ക് മനസ്സിലായില്ലേ, അമ്മ നാടകം കളിക്കുന്നത് എനിക്ക് കറക്റ്റ് മനസ്സിലായി എന്നിങ്ങനെ സച്ചി പറയുന്നുണ്ട്. ഇത് അവൻ തന്നെ എടുത്തതാണ്, ഇത് എങ്ങനെ തെളിയിക്കുക, എന്തായാലും ആ കൂട്ടുകാരനെ ഞാനൊന്ന് കാണാൻ പോകുന്നുണ്ട്, അവൻ്റെ കൂട്ടുകാരനെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സച്ചി പിറ്റേ ദിവസം രാവിലെ തന്നെ ഇവിടെ പാർക്കിലേക്ക് ചെല്ലുകയാണ്. അപ്പം അവിടെ സുധിയുടെ കൂട്ടുകാരൻ അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ അരികിൽ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ സുധിയുടെ അനിയനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അല്ല, ഞാൻ വെറുതെ ഇവിടെ വന്നതാണ്, എനിക്കൊരു സഹായം ചെയ്യാമോ, എനിക്കൊരു കാറ് സെക്കൻഡ് ഹാൻഡിന് എടുക്കണം, അതിന് കുറച്ച് പൈസ ആവശ്യമുണ്ട്, ഒരു 2 ലക്ഷം രൂപ എനിക്ക് പലിശയ്ക്ക് തരാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് സുധിയുടെ കൂട്ടുകാരനോട്. അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് സുധിക്ക് പൈസ കൊടുത്ത കാര്യം, പലിശയ്ക്ക് പൈസ ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുള്ള കാര്യം എനിക്കറിയാം, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇടപാടുണ്ടെന്നുള്ള കാര്യം സുധി എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുമ്പോൾ ആ കൂട്ടുകാരൻ പറയുന്നുണ്ട്, അത് ശരിയാണ്, ഞാൻ ഇതിനു മുമ്പ് അവന് പൈസ കൊടുത്തിട്ടുണ്ട്, അതൊരു 3-4 മാസം മുൻപാണ്, ഒരു 20,000 രൂപ എന്ന് പറയാണ്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, സത്യമാണോ, അതിന് ശേഷം നിങ്ങൾ കൊടുത്തില്ലേ, നിങ്ങൾ 5 ലക്ഷം രൂപ കൊടുത്തില്ലേ എന്ന് ചോദിക്കണം. 5 ലക്ഷമോ, എന്താ സഹോദര, ഇത് 5 ലക്ഷമൊക്കെ എൻ്റെ ഇവിടുന്ന് കൊടുക്കാനായിട്ട്, ഞാൻ കൂടിപ്പോയ 1 ലക്ഷത്തിൽ മേലെയൊന്നും ആർക്കും ഞാൻ കൊടുക്കില്ല, ഈ 5 ലക്ഷമൊക്കെ എൻ്റെ ഇങ്ങനെ കൊടുക്കാനുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരിക്കില്ലല്ലോ, എനിക്കിതിൻ്റെ ആവശ്യവും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും കൊടുത്തിട്ടില്ലേ എന്ന് ചോദിക്കണം. ഇല്ല, നിങ്ങൾക്കും തരാനായിട്ട് എൻ്റെ ഇല്ല, എന്തായാലും വല്ല 10, 20, 10,000, 20,000 അങ്ങനെ ആണെങ്കിൽ ഞാൻ തരാം എന്നങ്ങനെ കൂട്ടുകാരൻ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വേണ്ട, ആവശ്യം വരുമ്പോൾ ഞാൻ ചോദിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സച്ചിക്ക് മനസ്സിലായി ആ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് സുധി പൈസ വാങ്ങിയിട്ടില്ല എന്ന സത്യം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണണമല്ലോ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ അടുത്ത് ഒരു ഇങ്ങനെ ജോത്സ്യൻ പോലത്തെ ഒരാൾ ഇരിപ്പുണ്ട്, അപ്പോൾ ആളെടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ മോഷണം സ്വർണ്ണങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തെ ചെന്ന് അതേ വെറ്റിലയിൽ മഷിയൊക്കെ തേച്ചിട്ട് അത് എവിടെയുണ്ട്, അത് എടുത്തത് ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സച്ചിക്ക് ഒട്ടും വിശ്വാസമില്ല. സച്ചി പറഞ്ഞു, നീ ഇതിലൊക്കെ വിശ്വസിച്ചിരിക്കുക, അത് വെറുതെ ഓരോന്ന് പറയുന്നതാ, പിന്നെ അതൊക്കെ അങ്ങനെ കാണല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നാൽ വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട എന്നിങ്ങനെ രേവതി പറയുന്നുണ്ട്. അപ്പോഴാണ് സച്ചിയുടെ തലയിൽ ഒരു ലൈറ്റ് ഉദിച്ച പോലെ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നീ പറഞ്ഞ ഒരു ഐഡിയ വെച്ചിട്ട് എനിക്കൊരു സൂത്രം തോന്നുന്നുണ്ട് ഈ ഒരു കാര്യം വെച്ചിട്ട്, അപ്പോൾ നീ എന്തായാലും വീട്ടിലോട്ട് പോക്കോ, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ് സച്ചി അവിടെയൊന്നും പോവുകയാണ്.
അങ്ങനെ രേവതിയൊക്കെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അതിന് പുറകെ കുറെ കഴിയുമ്പോൾ നമ്മുടെ സച്ചി വരികയാണ്. അപ്പം സച്ചിയുടെ നെറുകയിൽ ചന്ദനൊക്കെ തൊട്ട് അവനെങ്ങനെ ഒരു കയ്യിലാണെങ്കിൽ ഒരു ചെറുനാരങ്ങയുണ്ട് കയ്യിൽ. അപ്പം അതിങ്ങനെ പൂജിച്ചിട്ട് എന്താ ചരട് കൊണ്ടൊക്കെ കെട്ടി അതിലിങ്ങനെ ചന്ദനക്കുറിയും ഭസ്മം അതൊക്കെ തൊട്ട് ഇങ്ങനെ കുങ്കുമൊക്കെ തൊട്ടിട്ടുള്ളൊരു ചെറുനാരങ്ങയാണ്. അപ്പം അതുകൊണ്ട് വന്നിട്ട് എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് സച്ചി പറയുന്നുണ്ട്, അതെ ഇതെൻ്റെ കയ്യിലിരിക്കുന്നത് ഇതൊരു സൂത്രമാണ്, ഇതൊരു മന്ത്രം ജപിച്ച ഒരു ചെറുനാരങ്ങയാണ്. ഇത് പൂജാമുറിയിൽ വെച്ചിട്ട് എല്ലാ ദിവസവും പൂജാമുറിയിൽ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്വർണം അതെങ്ങനെ മുക്കുപണ്ടമായി എന്ന കാര്യം 48 മണിക്കൂറിനുള്ളിൽ അത് അങ്ങനെ ആക്കിയത് ആരാണ്, അതിൻ്റെ പിന്നിൽ ആരാണ് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ എടുത്തവരുടെ വായ കോടിപ്പോകും, അവർക്ക് പിന്നെ സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ പോലെ ചുണ്ടിങ്ങനെ കോടിപ്പോകും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് ശ്രുതിക്കും അതുപോലെ ശ്രുതിക്കും അറിയാലോ സംഭവം. ചന്ദ്രയ്ക്കും ആകെ ടെൻഷൻ ആവുന്നുണ്ട്. എന്തായാലും അവിടെ ഒരു പ്രകടനമൊക്കെ നടത്തി എല്ലാവരെയും വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ആ ചെറുനാരങ്ങ കൊണ്ട് പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കുകയാണ്. എന്നിട്ട് സച്ചി ഇങ്ങനെ കാത്തിരിക്കുകയാണ്, ഇവർ സത്യം പറയോ അല്ലെങ്കിൽ എന്താണ്. പേടിച്ച് വരച്ച് രണ്ടുപേരും അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും നാളെ കാണാൻ പോകുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.